നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി ആർ നായർ. അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും ഇന്ന് ധാരാളമായി ജീവിതശൈലി രോഗങ്ങളാണല്ലോ. ഹൃദയാഘാതവും ഹൈപ്പർ ടെൻഷനും സ്ട്രോക്കും ക്യാൻസറും തുടങ്ങി പലവിധ അസുഖങ്ങളും ഉണ്ട്. നമ്മളെല്ലാവരും നെട്ടോട്ടമോടുന്ന ഒരു സമയമാണ്. യഥാർത്ഥത്തിൽ ഈ ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനുമൊക്കെ എന്താണ് കാരണം? നമ്മളുടെ ശരീരത്തിലെ രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന ധമനികൾക്കുള്ളിൽ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ രക്തം കട്ട പിടിക്കുന്നത് കൊണ്ടാണ് ഈ സ്ട്രോക്കും ഹൃദയാഘാതവും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ കാരണം നമ്മളുടെ ശരിയായ രീതിയിലുള്ളതല്ലാത്ത ഭക്ഷണശീലവും വ്യായാമമില്ലായ്മയുമാണ്. നമുക്ക് ശരീരത്തിന് വേണ്ടതിൽ കൂടുതൽ കലോറി കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുണ്ടാകുന്ന ചില രാസവസ്തുക്കൾ നമ്മുടെ ധമനികളുടെ ഭിത്തികളിൽ അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ നമ്മുടെ ധമനികളിൽ അടിഞ്ഞുകൂടുന്ന രാസവസ്തുക്കൾ ആർട്ടറികളിൽ തടസ്സമുണ്ടാക്കുകയും രക്ത ഓട്ടത്തിന് സ്പീഡ് കുറയുകയും ഒക്കെ ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ആർതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. പുകവലിക്കുന്ന ശീലമുള്ളവരിൽ ഇതിന് ആക്കം വളരെയേറെ കൂടുതലാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന രക്തഓട്ടത്തിൻ്റെ തടസ്സമാണ് സ്ട്രോക്കിലേക്കും ഹൃദയാഘാതത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുകയോ ബ്ലീഡിങ് ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ സ്ട്രോക്കും, ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികളിൽ ഇതേ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഹൃദയാഘാതവും ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും നമ്മൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആഹാരം നല്ല രീതിയിലാക്കുന്നതിനും വ്യായാമത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. ഇതിൽ ഒരു എളുപ്പമാർഗത്തിലായിട്ട് ഈ പറയുന്ന ഒരു സൂപ്പ് നമുക്ക് ശീലമാക്കാം. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഈ സൂപ്പ് കൂടെ ശീലമാക്കുകയാണെങ്കിൽ ഈ ആർതെറോസ്ക്ലിറോസിസ് എന്ന അവസ്ഥയെ വളരെയേറെ കുറയ്ക്കാം. അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാനായിട്ട് നമുക്ക് വളരെയേറെ സഹായിക്കുന്ന ഒരു സൂപ്പാണ് ബീറ്റ്റൂട്ട് കൊണ്ടുള്ള സൂപ്പ്. ബീറ്റ്റൂട്ടിന് വളരെയേറെ കഴിവുകളുണ്ട്, അല്ലെങ്കിൽ പോഷക ഗുണങ്ങളുണ്ട്. ഈ ധമനികളിൽ കട്ട പിടിക്കുന്ന രാസപദാർത്ഥങ്ങളെ നീക്കി രക്ത ഓട്ടം സുഗമമാക്കാനും സ്ട്രോക്ക്, ഹൃദയാഘാതം എന്നിവയെ തടസ്സപ്പെടുത്തുവാനുമുള്ള കഴിവുണ്ട്. ബീറ്റ്റൂട്ടിന് ധാരാളം പോഷക ഗുണങ്ങളുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ ധാരാളമാണ്. ബീറ്റ്റൂട്ടിൽ ധാരാളം നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ നൈട്രേറ്റുകളുടെ പ്രവർത്തന ഫലമായാണ് ഈ രക്തപ്രവാഹം കൂട്ടുകയും ഈ പക്ഷാഘാതവും ഹൃദയാഘാതവും കുറയ്ക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതും. ബീറ്റ്റൂട്ടിൽ അടങ്ങിയിരിക്കുന്ന അയൺ കണ്ടൻറ്റ് അനീമിയ ഉള്ളവർക്ക് HBയുടെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുന്നു. ഫൈബറും വൈറ്റമിൻസും മറ്റ് പ്രയോജനങ്ങളും നൽകുന്നു. വൈറ്റമിൻ C, B6, ഫോളേറ്റ്സ്, സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ, അയൺ, ഫോസ്ഫറസ് തുടങ്ങിയ ധാരാളം മിനറലുകളും നമ്മുടെ ബീറ്റ്റൂട്ടിനകത്ത് അടങ്ങിയിരിക്കുന്നു. ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. മലബന്ധമുള്ളവർക്ക് അത് കുറയ്ക്കുന്നതിനും ബീറ്റ്റൂട്ട് സഹായിക്കുന്നുണ്ട്. ബീറ്റ്റൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറും ഗ്ലൂട്ടാമിനുമാണ് കുടലിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നത്. ബീറ്റ്റൂട്ട് പിത്താശയ കല്ല് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല പച്ചക്കറിയാണ്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെനപ്പോസൽ സിംറ്റംസ്, അതായത് ഹോട്ട് ഫ്ലഷസ് പോലെയുള്ള അവസ്ഥയ്ക്കും ബീറ്റ്റൂട്ട് വളരെയേറെ ആശ്വാസം നൽകുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും B6ഉം നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. ബീറ്റ്റൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് ബീറ്റാനിൻ. ഇത് നമ്മളുടെ ശരീരത്തിൽ വളരെ ഏറെ ഗുണങ്ങളാണ് നൽകുന്നത്. ഈ ബീറ്റ്റൂട്ട് നമ്മൾ ഫ്രഷായി കഴിച്ചാൽ, തോരൻ വെച്ച് കഴിച്ചാലും ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിച്ചാലും ഒക്കെ ചിലരിൽ യൂറിനും മലത്തിനും ഒക്കെ ബീറ്റ്റൂട്ടിൻ്റെ കളർ കണ്ടുവരാറുണ്ട്. ചില പേഷ്യൻസൊക്കെ ക്ലിനിക്കിൽ വരുമ്പോൾ യൂറിന് നല്ല റെഡിഷ് കളറാണ്, രക്തം പോകുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയും. അത് ശരിക്കും മൂത്രത്തിൻ്റെ കുഴപ്പമല്ല, അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ രക്തം പോകുന്നതല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ
യൂറിനൊന്നും ഒരു കുഴപ്പവും കാണത്തില്ല. പക്ഷെ നമ്മൾ ചോദിച്ചു വരുമ്പോൾ തലേദിവസം ഒന്നുകിൽ ബീറ്റ്റൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ 2 നേരം അടുപ്പിച്ച് ബീറ്റ്റൂട്ട് തോരനൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ കാരണം ഈ ആൻറ്റി ഓക്സിഡൻ്റായ ബീറ്റാനിനെ വിഘടിപ്പിച്ച് അബ്സോർബ് ചെയ്യുവാൻ എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവില്ല. അതുകൊണ്ടാണ് യൂറിനൊക്കെ ഇത്രയേറെ കളറ് കാണുന്നത്. മിക്കവാറും ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പേടിയാണ്. അപ്പം നമുക്ക് ഇത് ഒഴിവാക്കാനായിട്ട്, അത് മാത്രമല്ല തീരെ അനീമിക്കായിട്ടുള്ള പേഷ്യൻസിലും ചിലപ്പോൾ ഇതേ പ്രതിഭാസം കണ്ടുവരുന്നു. നമുക്ക് ബീറ്റ്റൂട്ട് ഫ്രഷ് ജ്യൂസായിട്ട് കുടിക്കുന്നതിന് പകരം വേവിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ ദഹന പ്രക്രിയ സുഗമമാക്കുകയും ഇത്ര അധികം കളറ് എക്സ്ക്രീഷൻസിൽ കാണാതിരിക്കുകയും ചെയ്യും. ബീറ്റ്റൂട്ട് ജ്യൂസായിട്ടോ കറികളായിട്ടോ ഒക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും പക്ഷാഘാതവും ഹൃദയാഘാതവും കുറയ്ക്കുന്നതിന് ബീറ്റ്റൂട്ട് സൂപ്പാക്കി കഴിക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരം. വളരെ എളുപ്പത്തിൽ ബീറ്റ്റൂട്ട് സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നമുക്ക് നോക്കാം. ബീറ്റ്റൂട്ട് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ബീറ്റ്റൂട്ട് മാത്രം കൊണ്ടും ഉണ്ടാക്കാം. എന്നാൽ അതിന് കുറച്ചും കൂടെ ഫ്ലേവറും ഗുണവും കൂട്ടാനായിട്ട് അതിൻ്റെ കൂടെ വേറെ ചില ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ട് സൂപ്പ് തയ്യാറാക്കുന്നതിന് നമുക്ക് ആവശ്യമായ ചേരുവകൾ: ഒരു 2-3 അംഗങ്ങൾ മാത്രമുള്ള ഒരു കുടുംബത്തിലേക്കാണെങ്കിൽ ഒരു ആവറേജ് സൈസുള്ള ബീറ്റ്റൂട്ട് മതിയാവും. ഒരു ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ കൂടെ 5-6 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി, ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു ടൊമാറ്റോ, അല്പം മല്ലിയില ആവശ്യമുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. ടൊമാറ്റോയ്ക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ നീരും ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. അതിഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഒരു പാത്രത്തിൽ അല്പം എണ്ണയോ നെയ്യോ ഒഴിച്ച് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കറുവാപ്പട്ടയും കൂടെ ഒന്ന് വഴറ്റുക. അതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും തക്കാളിയും ചേർക്കുക. ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കുക. കുക്കറിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വേവിച്ച ശേഷം തുറന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. ഇതിലേക്ക് ഒന്നുകൂടെ തിളപ്പിക്കണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും. ആ ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത്, തക്കാളിക്ക് അല്ല ചേർക്കണമെങ്കിൽ നാരങ്ങ നീര് ഇപ്പോഴാണ് ചേർക്കേണ്ടത്. അതിൽ മല്ലിയിലയും ഇട്ട് ഉപ്പ് പോരായികയുണ്ടെങ്കിൽ അതും ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ലാസ്റ്റ് അല്പം ചേർത്ത് ഇളക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ടേസ്റ്റും നിറവും മാത്രമല്ല ഗുണം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്.
അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഇത് ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പാരമ്പര്യമായിട്ടോ നമുക്ക് ഹൃദയാഘാതവും സ്ട്രോക്കുമൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒബീസിറ്റി കൂടുതലുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.